ഞാൻ ഇന്നലെ ഒരു നൈറ്റ് ഷോയ്ക്ക് പോയി പറഞ്ഞാൽ 11 മണിക്കാണോ ഷോയ്ക്ക് പോയത്. ഷോയ്ക്ക് പോയ സമയത്ത് പടം കണ്ടത് സമ്മറിയും ബദലയും അല്ല, കുടുംബശ്രീ 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 അല്ല, എന്താ പടത്തിന്റെ പേര്, ബദലയും കുടുംബ യൂണിറ്റ് എന്ന പടമാണ് നിവിൻ പോളി അഭിനയിച്ചത്. അമ്മോ, അത് പോയത് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പോയത് നൈറ്റാണ്. നൈറ്റ് പോകുന്ന സമയത്ത് ഉറങ്ങുന്നൊക്കെയാണ് വിചാരിച്ചു പോയത്. പടത്തിന് തിയേറ്ററിന്റെ ഉള്ളിൽ കയറിയതും ഒരു ഇൻട്രസ്റ്റിങ് എല്ലാം കണ്ടു കഴിഞ്ഞതും നമുക്ക് ഉറങ്ങാൻ തോന്നില്ല. ആ പടത്തിൽ നമ്മൾ ലയിച്ചു പോയി. അപ്പോൾ അടിപൊളി പടവും. പിന്നെ അതുകൊണ്ട് എടുത്തു പറയണെങ്കിൽ 90 കിഡ്സിന്റെ കഥയാണ്. ഇത് ഇങ്ങനെയൊക്കെ അപൂർവം കിട്ടുന്ന നമ്മുടെ നിവിൻ പോളിക്ക് പറ്റുള്ളൂ. ഓരോ 90 കിഡ്സ് ഏതൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ചു പോണതും അതെല്ലാം ഇതിൽ നിവിൻ പോളി ചെയ്തിട്ടുണ്ട്. നമുക്കൊക്കെ 90 കിഡ്സിന്റെ ലവ് സീൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണ്, ഞാനൊരു 90 കിഡ്സാണ്, അവരാണ്. ഇപ്പോൾ ഉള്ള പടങ്ങളൊക്കെ വരുന്നത് 2K കിഡ്സിന്റെ, അവർക്ക് ഇമ്പാക്ട് വരുന്ന പടങ്ങളായിരിക്കും. അതൊക്കെ 90 കിഡ്സിന് കിട്ടിയ ഒരു അപൂർവ കാഴ്ചകളാണ്. പിന്നെ നിവിൻ പോളി അഭിനയിച്ച വേറെ ലെവല് ക്യൂട്ടൻസ് അതെല്ലാം വാരി തന്നിട്ടുണ്ട്. പറഞ്ഞാൽ ഓരോരോ ക്യൂട്ടൻസ് ഉണ്ട്. മറ്റേ നിവിൻ പോളിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുന്ന ഓരോ ക്യൂട്ടൻസ്. പറഞ്ഞാൽ മോഹൻലാലും ചെയ്യും, എന്നാലും അങ്ങനെയല്ല. നിവിൻ പോളി ചെയ്യുമ്പോൾ സമയത്ത് നമുക്കൊരു നമ്മുടെ വീട്ടിലത്തെ പയ്യൻ ചെയ്യണ പോലെ ഉണ്ടാവും. അങ്ങനെയുള്ള ക്യൂട്ടൻസ് ഒരുപാടുണ്ട്. പിന്നെ നിവിൻ പോളി കരയുകയാണെങ്കിലും ശരി, ആ ആ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ഓരോ തമാശയാണ് ശരി, ഓരോ കൗണ്ടറാണ് ശരി, അങ്ങനെയുള്ളത്. ഇനിയിപ്പോൾ ഈ പടത്തിൽ കൂടുതൽ കൗണ്ടറുകൾ വെക്കാൻ പറ്റുള്ള അടിപൊളി പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ നല്ല തഗ്ഗൊക്കെ ഉണ്ട്. തഗ് പറയുന്ന പോലത്തെ കോമഡികളുണ്ട് എല്ലാവർക്കും. അങ്ങനെ വെറുപ്പിക്കണ ചറപുറമുള്ള കോമഡി അതല്ല, സിറ്റുവേഷനെ അനുസരിച്ചിട്ടുള്ള കോമഡികളും. പിന്നെ ആക്ഷൻ സീന് അങ്ങനെ ഇതായിട്ട് അങ്ങനെ ഒന്നും ഇല്ല, എന്നാലും ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ളതുണ്ട്. പിന്നെ പാട്ടും കുഴപ്പമില്ലാത്ത രീതിയിലാണ് പാട്ടുകൾ. പിന്നെ അങ്ങനെ നീ വന്ന പടം കാണാൻ വന്നു ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു കണ്ടാ, ഇവള് കിടക്കം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിപൊളി പടം, എല്ലാവരും കാണണം, മസ്റ്റ് വാച്ചാണ്. ഓണത്തിന് തന്നെ കാണാം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഒന്നവരൊന്നും ഇല്ല ഈ പടത്തിൽ. എന്തായാലും ഈ കൊല്ലം നിവിൻ പോളി തൂക്കി, മമത ബൈജു പിന്നെ പറയണ്ടല്ലോ. ആള് ചൂസ് ചെയ്യണ ക്യാരക്ടർ എല്ലാം പക്കാല വേറെ ലെവലാണ്.